ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, അജിത് മാട്ടൂൽ, ഹരിദാസ് മൊക്കേരി, ഷമ മുഹമ്മദ്, വി പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ, ചന്ദ്രൻ തില്ലങ്കേരി, MP വേലായുധൻ, മുഹമ്മദ് ബ്ലാത്തൂർ, ജോർജ് പ്ലാത്തോട്ടം, സുരേഷ് ബാബു ഇളയാവൂർ, വിജയൻ കുട്ടിനേടത്ത്, ടി. ജയകൃഷ്ണൻ, രാജീവൻ ഇളയാവൂർ, രജനി രാമാനന്ദ്, വിജിൻ മോഹനൻ, രജിത് നാറാത്ത്, റഷീദ് കവായി, CV സന്തോഷ്, കൂക്കിരി രാജേഷ്, കായക്കൽ രാഹുൽ, കലിക്കോടൻ രാഗേഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇന്ന് നമ്മൾ കണ്ണൂരിൽ പ്രതിഷേധം ചെയ്തു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണം. അമിത് ഷാ പാർലമെന്റ് അകത്ത് അംബേദ്കറിനെ അപമാനിച്ചു. അംബേദ്കർ എന്ന് പറഞ്ഞ ഒരു ഫാഷനാണ്. അംബേദ്കർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെ ഭരണഘടന എഴുതിയൊരു നേതാവാണ്, സ്വതന്ത്ര സേനയിൽ ഉണ്ടായ ഒരു നേതാവാണ്. നമുക്കെല്ലാവരും അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ മനസ്സിൻ്റെ അകത്ത് ഉള്ള ഒരു നേതാവാണ് അംബേദ്കർജി. ആ അംബേദ്കർജീനെയാണ് ഇദ്ദേഹം അപമാനിച്ചത്. ഞങ്ങൾ പറയുന്നത് അമിത് ഷാ എന്തായാലും രാജിവെക്കണം. ഈ സമയത്ത് ഈ 10 കൊല്ലത്തിന്റെ അധികം ഭരണഘടനത്തിന്റെ എതിരായിട്ടാണ് BJPയുടെ സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമുക്ക് അറിയാം, ഇലക്ട്രൽ ബോണ്ട്സ് സുപ്രീം കോർട്ട് പറഞ്ഞ് അത് ഭരണഘടനത്തിന്റെ എതിരാണ്. ഓരോ വീടുകൾ ബുൾഡോസ് ചെയ്യുന്നത് നമുക്കറിയാം. ന്യൂനപക്ഷത്തെ ജനങ്ങളതും മറ്റവരതും കുറെ വീടുകൾ ബുൾഡോസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ തെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കേസൊന്നും എടുക്കാണ്ട് വീട് പോയിട്ട് ബുൾഡോസ് ചെയ്യും. അതും സുപ്രീം കോർട്ട് പറഞ്ഞു ഭരണഘടനത്തിന്റെ എതിരാണ്. അപ്പൊ സിദ്ദിഖ് കപ്പന UAPA മേലെ ഇട്ടിട്ട് ജയിലിലിട്ടു 2 കൊല്ലത്തിന്റെ ഉള്ളിൽ. ഇപ്പം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു.